നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ ഒരുമിച്ച് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട്. അതെ ഡോക്ടർ, ഇന്നലെ നമ്മുടെ നോർത്ത് പാലത്തിൽ സെക്രട്ടേറിയറ്റ് കോളേജിലെ ഒരു കുട്ടി ബസ്സും ഈ സ്കൂട്ടറും കൂടി ഇടിച്ച് പാലത്തിൻ്റെ ഇറക്കിൽ ഒരു മരണം നടന്നു. അത് താങ്കളെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് മനസ്സിലായി. താങ്കൾ എന്നെ വിളിച്ചിരുന്നു അതിനെക്കുറിച്ച് പറയാൻ. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഈ ദിവസവും ഇവിടെ റോഡിൽ മരണങ്ങൾ നടക്കുകയാണ്, എണ്ണമില്ല ഇപ്പം. ഇത് കുറേ പറയാനുണ്ട്. ഞാൻ കുറേ നാൾ വിദേശത്തായിരുന്നു. 2000 ഞാൻ തിരിച്ച് വന്നത്. അന്ന് കോഴിക്കോടാണ് വന്നത്. അന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു റോഡ് അപകടങ്ങൾ വളരെ കൂടുതൽ, റോഡ് സുരക്ഷ വളരെ പുറകോട്ട്. അന്നൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയൊക്കെ മരിച്ചു, ദിവസവും മരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അതിനെതിരെ പല കാര്യങ്ങൾ ചെയ്തു, ഇൻക്ലൂഡിങ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കേസ് കൊടുത്തു. കാര്യം റോഡിലൂടെ നടക്കേണ്ടത് നമ്മുടെ മൗലികാവകാശമാണ്. അത് അതിന് ഇത് വരെയാണ്, ഹാം വരെയാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് നടക്കുന്നത് റോഡിൽ. പക്ഷേ ഒന്നും എവിടെ എത്തിയില്ല. ഒരിക്കൽ എനിക്ക് തന്നെ അറിയാം, ഈ ഒരു ബസ്, സ്വകാര്യ ബസ് അപകടകരമായ രീതിയിൽ വന്നിട്ട് ഞാൻ തടഞ്ഞു നിർത്തി റോഡിൽ. എന്നിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വരാനൊരു 10 മിനിറ്റ് ലേറ്റായി. ഇത് 2002. കാരണം ഇപ്പൊ ബസ് തടഞ്ഞു നിർത്തിയാൽ ഡോക്ടർ ആശുപത്രി പോകും. ഇല്ല, അന്ന് ഞാൻ ആശുപത്രി പോകേണ്ട ഗതി ഏതാണ്ട് അടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ്സിലുള്ള ആളുകൾ, പാസഞ്ചേഴ്സ്, കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഇറങ്ങി വന്നു. ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കണവരും ഇറങ്ങി വന്ന് എനിക്ക് എന്നെ വളഞ്ഞു. നമ്മൾ അന്ന് ഒറ്റപ്പെട്ടു. അന്ന് ഒറ്റപ്പെട്ടു. ഞാൻ അവസാനം ജീവനും കൊണ്ട് ഓടിപ്പോവുക ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ആരെയാണ് സഹായിക്കാൻ നോക്കുന്നത്. നമ്മൾ സഹായിക്കാൻ നോക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായി തോന്നുന്നില്ല. കാര്യം ഒരു പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയുള്ളൊരു സംസ്കാരമേ കണ്ടു കാണുള്ളൂ. റോഡ് നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞ ഒരു മാന്യമായ ഡ്രൈവിംഗ് കണ്ടതും സംസ്കാരം കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇതിൽ അപാകതയുണ്ട്. ഇത് പരിഹരിക്കാൻ പറ്റും, ഇത് പരിഹരിക്കാനുള്ള വഴികളുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ ചെയ്യുന്നത് മുഴുവൻ ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാമറ വാങ്ങിച്ചു, ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, പുക സർട്ടിഫിക്കറ്റ്, നമ്പർ പ്ലേറ്റിൻ്റെ വലിപ്പം, കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഫൈൻ അടിക്കുന്നത്. ഇൻഡിവിജ്വൽസിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതൊക്കെ സർക്കാർ ചെയ്യും. അതെ. അപ്പം എന്നിട്ടും ഈ കേരള ട്രാഫിക് പോലീസിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ഗ്രാഫ് മുകളിലോട്ടാണ്, റോഡ് അപകടം മുകളിലോട്ട്, ആക്സിഡൻറ്റ് മുകളിലോട്ട്. ആകെ നമുക്ക് സഹായം ചെയ്തൊരു കാര്യമുണ്ട്, 2 കൊല്ലം കോവിഡ്. അന്ന് ഗ്രാഫ് വളരെ താഴോട്ട്. വീട്ടിലാണല്ലോ. അതെ, വീട്ടിലാണ്, ബസ്സുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ റോഡ് അപകടം കൊണ്ട് എത്ര ജീവനാണ് പോകണമെന്ന്. ഞാനൊരു ന്യൂറോ സർജനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇത്ര ഇൻവോൾവ്. കാര്യം റോഡ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയുന്നത്. പരിക്കേറ്റ് കിടക്കണവരാണ്. മരിക്കാതെ വരും ചിലർ. അത് ഹെഡ് ഇഞ്ചുറി, സ്പൈൻ ഇഞ്ചുറി, കഴുത്തിന് താഴോട്ട് അനക്കാൻ വയ്യ, ജീവിക്കേണ്ടി വരും. അത് മാത്രമല്ല അവരുടെ ഒരു മിക്കവാറും യങ്സ്റ്റേഴ്സാണ് ഇൻവോൾവ് ആകുക ഇതിനും. ഭാര്യ താലിമാല വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, CT സ്കാൻ എടുക്കാനായിട്ട്. കുട്ടികൾ അനാഥരാകുന്നു, കുട്ടികൾ അനാഥരല്ല, വീടൊക്കെ വിൽക്കുന്നു, പഠിത്തം മുടങ്ങുന്നു. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാലേ വീണ്ടും നോക്കാനുള്ള ചെലവുകളും പ്രാരാബ്ധങ്ങളും രക്ഷപ്പെടുമോ? അപ്പോൾ ഇതൊക്കെ എത്ര സീരിയസ് പ്രോബ്ലമാണ്. നമ്മളിത് വളരെ നിസ്സാരമാക്കി എടുക്കുക. ഇവിടെ ഒരു നിപ്പ വന്ന് 4 പേര് മരിച്ചു കഴിയുമ്പോൾ വലിയ ന്യൂസാണ്. അതിന് മറ്റേ ട്രേസിങ്, ഫോളോ അപ്പ്, റൂട്ട് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ റോഡ് അപകടം കൊണ്ട് ഒരു ദിവസം എത്ര പേര് മരിച്ചു, എത്ര പേര് ആശുപത്രിയിൽ എന്ന കണക്ക് കേരളത്തിൽ മാത്രം 13-14 പെർ ഡേ. അപ്പം ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി എന്നും വന്ന് TV പറയും, ഇന്ന് ഇത്ര കോവിഡ് കണ്ടു, ഇത്ര പേര് മരിച്ചു, ഇത്ര പേര് ആശുപത്രി. അതേപോലെ റോഡ് അപകടത്തെ പറ്റി എന്നും പറയണം. എന്നാൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ, ഇതിനെതിരെ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതുവരെ ഞാൻ കണ്ടത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഫലപ്രദമല്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഡെഫിനേഷൻ ഓഫ് ഇൻസാനിറ്റി ഉണ്ട്, അതൊരു മാനസിക സ്ഥിരതയില്ലായ്മ. അതെന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു ഫലം കണ്ടാൽ നമ്മൾ ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തിട്ട് വേറെ ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ മാനസിക വിഭ്രാന്തിയാണ്. അപ്പം നമ്മളിവിടെ ഇത്രയും നാൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, പുക സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് റോഡ് അപകടം ഒരു കുറവും വരുന്നില്ലെങ്കിൽ വീണ്ടും ഇതേ കാര്യം ചെയ്തിട്ട് ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. യു ഹാവ് ടു ഡു തിങ്സ് ഡിഫറെൻറ്റ്. എന്താണ് ഡിഫറെൻറ്റ്? ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ കണക്കാക്കണം, മനസ്സിലാക്കണം. ഇത് ഓൾറെഡി അറിയാം, മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ എവിടെയും പ്രശ്നം, എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. ഒരു ദിവസം 13 പേര് മരിക്കണം അറിയാം. ഇവിടെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്ര ഇൻഷുറൻസ് കമ്പനിയുണ്ട്,
പിന്നെ നമ്മുടെ കേരളം സംസ്കാരവും സാക്ഷരതയുള്ളതുമാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. എന്നിട്ട് വൈ ഇറ്റ്സ് ഇൻക്രീസിങ് ദിസ് ഓൾ? ഇതെന്താണെന്നറിയാം, ഇത് മൾട്ടി ഫാക്ടറിയാണ്, പല കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പ്രധാന കൾപ്രിറ്റ് ഞാൻ നോക്കിയിട്ട് ഗവൺമെന്റ് തന്നെയാണ്. അത് ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്നല്ല, ഇതിനു മുമ്പും ഞാൻ പറയാം 2000 മുതലാണ് ഞാനിവിടെ 25 വർഷമായിട്ട് എത്രയോ ഗവൺമെന്റ് മാറി വന്നത്. ഇവരൊന്നും തന്നെ ഈ റോഡ് ആക്സിഡന്റിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇൻക്ലൂഡിങ് ജനങ്ങളും. റോഡായാലും അപകടം ഉണ്ടായാൽ മരിക്കും, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഈ നിപ്പ വല്ലപ്പോഴും വരുന്ന സാധനമാണ്, കോവിഡ് വല്ലപ്പോഴും, അപ്പം അതിന് പ്രാധാന്യം കൊടുക്കണം. ഗസ്റ്റ് ആണല്ലോ, നമ്മൾ സ്ഥിരമുള്ളതല്ല. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ സൂക്ഷിച്ചു അങ്ങനെയൊക്കെ മരിക്കുക. ഇനിയിപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിസ്സംഗത, ഇൻഎഫിഷ്യൻസി, പ്രയോറിറ്റീസ് മാറി. ഇതൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ന്യൂറോ സർജൻ ആണല്ലോ. ഈ ഹെൽമെറ്റിനും സീറ്റ് ബെൽറ്റിനും കൊടുക്കുന്ന പ്രാധാന്യം കണ്ടാൽ തോന്നും ഹെൽമെറ്റ് തലയിൽ വെച്ചാൽ റോഡ് അപകടം ഒഴിവാകുന്നു. തെറ്റാണ്. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് അപകടം ഒഴിവാകുന്നില്ല. അപകടത്തിന് ശേഷമുള്ള പരിക്കിന്റെ ഒരളവ് വരെ കുറയും. ഈ ഹെൽമെറ്റ് തലയിൽ വെച്ച ആളുടെ കഴുത്തിൽ കൂടെ ലോറി കയറിപ്പോയിട്ട് എന്ത് കാര്യമാണ്? ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റോട് അങ്ങനെ പ്രിക്കോഷൻ മാത്രമാണ് അത് ആക്സിഡന്റിന് അഗൻസ്റ്റുള്ള പ്രിക്കോഷൻ അല്ല. ആക്സിഡന്റിന് ശേഷമുള്ള പരിക്കിന്റെ അളവ് ഒരളവ് വരെ കുറയാന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഈ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് പ്രോപ്പഗൻഡ, ഞാൻ തന്നെ അതിനെപ്പറ്റി ചില വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടാൽ തോന്നും തലയിലൊരു ഹെൽമെറ്റ് വെച്ചാൽ, ബെൽറ്റ് ഒന്നും വേണ്ട, ഹെൽമെറ്റ് വെച്ചാൽ റോഡ് അപകടം ഒഴിവായി, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും റോഡ് അപകടം ഒഴിവായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതേപോലെ ഈ പുക സർട്ടിഫിക്കറ്റ് റോഡ് അപകടമായിട്ട് എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. RC ബുക്ക്, ഇൻഷുറൻസ് പേപ്പർ, ടിൻറ്റഡ് ഗ്ലാസ്, പിന്നെ നമ്പർ പ്ലേറ്റ്. അപ്പം അനാവശ്യമായ കുറേ കാര്യങ്ങൾക്ക് പുറകെ പോയി ഫൈൻ അടിച്ച് ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാക്കാൻ റോഡ് സുരക്ഷ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. കാര്യം ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ളൊരു എഫേർട്ട് സിൻസിയറായി എടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗ്രാഫ് നല്ലോണം താഴെ വന്നാനേ. പക്ഷേ അത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം എടുക്കേണ്ട മെഷേഴ്സ് എടുക്കുന്നില്ല. ഇതിന്റെ 4 ഇരട്ടി ട്രാഫിക് സിംഗപ്പൂരും ദുബായിലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഇത്ര അപകടം വരുന്നില്ലല്ലോ. ഇത് ട്രാഫിക്കിന്റെ പ്രശ്നമല്ല. ഇവർ പറയുന്ന വണ്ടിപ്പെരുപ്പം അനുസരിച്ച് ഇത്ര റേഷ്യോ. വണ്ടിപ്പെരുപ്പം കൂടിയാൽ ഇവിടെ അപകട മരണങ്ങൾ കുറയും. ഞാൻ പറയട്ടെ, വണ്ടിപ്പെരുപ്പം കൂടി 5 കിലോമീറ്റർ മേലെ സ്പീഡിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കൂട്ടറുകാരൻ ഇടിച്ച് അവന് മേത്ത് കൂടെ ഓടാനുള്ള സ്പീഡില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അന്തോണിയുടെ സെന്റ് ആന്റണീസിന്റെ നൊവേനയുടെ അന്ന് നമുക്ക് വണ്ടി അനങ്ങില്ല. പക്ഷെ പ്രൈവറ്റ് ബസ് ഓണടിച്ച് പാട്ടേമെ തട്ടി അവൻ അങ്ങോട്ട് പോകും. ഈ പ്രൈവറ്റ് ബസ് ആക്ച്വലി അത് പ്രൈവറ്റ് ബസ്സുകാരുടെ അതിനകത്ത് ഒത്തിരി, ഇത് ഞാൻ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഒന്ന്, ഞാനൊരിക്കൽ ഒരു പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട് സംസാരിക്കണ്ടായി കുറേ കൊല്ലം കൊണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോട് നിന്നായിരുന്നു, പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കല്യാണ പന്തലിൽ നിന്നായിരുന്നു. എനിക്കങ്ങ് വികാരം വന്നു. കാര്യം ഞാൻ ഈ രോഗികളെ കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നത്. ഇതൊക്കെ ഡോക്ടർ ഇത്രയും കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ, തങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കണം, അതെന്താ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം? നമ്മൾ എൻ്റെ വീട്ടിൽ തൽക്കാലം ആരും ബസ് ഇടിച്ച് മരിച്ചിട്ടില്ല, ഡോക്ടറുടെ ഇല്ല. പിന്നെ നമുക്ക് എന്താ കാര്യം? ഇവിടെ അങ്ങനെയാണ്. ഇവിടെ നമുക്ക് പാമ്പ് കടി കയറ്റാലേ പാമ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മൾ തെരുവ് പട്ടി കടി കൊള്ളണം അല്ലേ? അപ്പോഴാണ് നമുക്ക് ഈ സ്ട്രേ ഡോഗ്സിനെ കുറിച്ച്. അങ്ങനെ ഇല്ല. ഞാൻ കോഴിക്കോട് ഞാൻ പറയാം, ഒരിക്കൽ ഒരു ജീപ്പിൽ 5 കുടുംബാംഗങ്ങൾ യാത്ര ചെയ്യാണ്. ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ആ റോഡ് മെയിൻ റോഡ്. അപ്പോൾ അവിടെ നിന്നൊരു സ്വകാര്യ ബസ് വരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്ത് രണ്ടാമത്തെ ബസ്, ഇതിനെ ഓവർടേക്ക് ചെയ്ത് മൂന്നാമത്തെ ബസ്. ഒന്ന് ഓർത്തു നോക്കിയ, ഈ മൂന്നാമത്തെ ബസ് വന്ന് ജീപ്പിന് ഇട്ടൊരറ്റിട്ടി ഇടിച്ചിട്ട് ഈ 5 പേരെ ആശുപത്രി കൊണ്ടുവന്നു. 4 പേര് ബ്രോഡ് ഡെഡ്, മരിച്ചു. 5ാമത്തെ ആൾ ഭാഗ്യത്തിന് ചെറിയ പരിക്കാൻ പറ്റുള്ളൂ. അയാൾ 2 ദിവസം ആശുപത്രി കിടന്ന് ഡിസ്ചാർജ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമെന്ന് ജനറൽ ചെക്കപ്പിന്. 2 ആഴ്ച വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങളുടെ കുടുംബത്തിലെ ഇങ്ങനെ 4 പേര് മരിച്ചു, ഇങ്ങനെയൊക്കെ അങ്ങനെ ബസ് വന്നത്, ഇപ്പം ആ മൂന്നാമത് വന്ന ബസ് അത് എത്ര തെറ്റായിട്ടാണ് വന്നത്? ആ ബസ്സിലെ ഡ്രൈവറെ ശിക്ഷിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കുക? അപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞ തന്നില്ല, അതിപ്പോൾ അപകടമല്ലേ, നമുക്ക് ആ ബസ്സിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. റോഡായാൽ അപകടം ഉണ്ടാവും, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഇതിനകത്ത് പല കാര്യങ്ങൾ പ്രതിവിധികളുണ്ട്. ഇപ്പം ഞാൻ പറയാം ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഈ ഈവൻ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് തന്നെ. ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ സ്കൂട്ടറിൽ 8 എടുക്കുക, കാറിൽ H എടുക്കുക, കുറേ സിഗ്നൽ ഇതൊക്കെ ഉണ്ടല്ലോ.
ഇത് കാലം പഴക്കം ചെന്ന സമ്പ്രദായങ്ങൾ. ഇതൊക്കെ വേണ്ടെന്നല്ല പറയണത്, അത് ബേസാണ്. ഇത് ഈ 50കളിലാണ് ഇവിടെ കാർ മോട്ടോർ സൈക്കിളൊക്കെ വന്നത്. അതിന് മുമ്പ് കാളവണ്ടിയും സൈക്കിളൊക്കെ ആണല്ലോ. 50കളിൽ കാർ മോട്ടോർ സൈക്കിളും വരും. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ ആർക്കും അറിയില്ല. റോഡുണ്ട് കാലി. അപ്പം ഈ മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞാൽ ലൈസൻസ് കൊടുത്തു. അതാണല്ലോ ഉദ്ദേശം. മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വേണം, കാർ ഇങ്ങനെ വെട്ടിക്കണം, അതൊക്കെ ചെയ്യണം. അതാണ് ടെസ്റ്റ്. ഇയാൾക്ക് മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലേ, അറിവ് കൊടുക്കണം. ഇന്നതല്ല. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പൊതുസ്ഥലത്ത് ഇയാൾക്ക് പെരുമാറാൻ അറിയുമോ? അത് ആണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് മെഷീൻ ഹാൻഡിൽ ചെയ്യണ ഇപ്പൊ സർക്കസിൽ ചെന്നാൽ കുരങ്ങനും ചെയ്യുമല്ലോ, സൈക്കിളൊക്കെ കയറി കാണിക്കൂലേ. പക്ഷേ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇയാൾക്ക് മാന്യമായി പെരുമാറാനുള്ള ബുദ്ധി വികസനം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ടെസ്റ്റ് ചെയ്യാൻ ഒരു മെത്തേഡില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു മൊത്തമായിട്ടുള്ള റോഡ് സംസ്കാരം വളർത്തണം. നിയമങ്ങളൊരു സ്ഥലത്ത്, പക്ഷെ നിയമം 30% ഉള്ളൂ. ഈ റോഡ് അപകടത്തിൽ ഞാൻ പറയട്ടെ, ഞാനൊരു 5 രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളായതുകൊണ്ട് പറയാണ്, റോഡ് അപകടത്തിൽ റോഡ് നിയമം തെറ്റിച്ചുള്ള അപകടം 30%. ബാക്കി 70% സംസ്കാരമില്ലാത്ത തന്നെയാണ്. അപ്പം ഈ നമ്മൾ പറയും, അപ്പം നമ്മുടെ ഇവിടെ റോഡ് സംസ്കാരം വളർത്താൻ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്നറിയാം? ഈ റോഡ് സംസ്കാരം നമ്മുടെ റോഡിലുള്ള സംസ്കാരമല്ല, നമ്മുടെ പൊതുവെയുള്ള സംസ്കാരമാണ്. നമ്മൾ പൊതുവെ ഒരു സംസ്കാരം, റോഡിലിറങ്ങി കഴിയുമ്പോൾ വേറെ സംസ്കാരം പറ്റൂല. പൊതുവെയുള്ള സംസ്കാരം തന്നെ നമ്മൾ റോഡിൽ കാണിക്കും. അത് തന്നെ വീട്ടിലും വരും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ റോഡിൽ വേറൊരു കാര്യം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒത്തിരി സൈക്കോളജി ഉണ്ട്. നമ്മൾ ഈ റോഡിൽ ഒരു ട്രാഫിക് ജാം ഉള്ളപ്പം പെട്ടെന്ന് ഹോൺ അടിക്കുക ആൾക്കാർ പുറകെ കിടന്നിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് കത്തിച്ച് കാണിച്ച് ഇവിടെ തകിടും അടിക്കും. പക്ഷേ നമ്മൾ ലുലു മാളിൽ പോയിട്ടൊരു കടയിൽ ക്യൂ നിൽക്കുമ്പോൾ മുമ്പിലത്തെ ആൾ ഇത്തിരി സ്ലോ ആയാൽ പോയി പി എന്ന് പുറകിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കില്ല. എന്താ അതിൻ്റെ കാര്യം? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്കകത്ത് ശബ്ദം ഉണ്ടാക്കും, ലുലു മാളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ശബ്ദം ഉണ്ടാക്കില്ല. എന്താ കാര്യം അറിയാം? നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. ബെന്നി എന്ന വ്യക്തി, ഞാനെന്ന വ്യക്തി എക്സ്പോസ്ഡ് ആണ്, എല്ലാവരും കാണും. ഈ വാഹനത്തിനകത്ത് അല്ലെങ്കിൽ തലയിലൊരു ഹെൽമെറ്റ് എത്താൻ ഞാനെന്ന വ്യക്തി മെഷീനായി മാറി. അപ്പോൾ ഞാൻ എൻ്റെ തനി സ്വഭാവം വരും. നമ്മുടെ ശരിയായ സ്വഭാവം നമ്മളാരും കാണുന്നില്ലെന്നുള്ളപ്പോഴാണ് വരിക. പരസ്യമായിട്ട് നമ്മുടെ സ്വഭാവം വരില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്തെ ആൾക്കാരുടെ സംസ്കാരവും സ്വഭാവവും അറിയണമെങ്കിൽ നമ്മൾ പുതിയതായിട്ട് രാജ്യത്ത് എന്നാൽ അവിടെ റോഡിലിറങ്ങി വാഹനം ഓടിക്കുന്നവരെ നോക്കിയാൽ മതി. യെസ്, ഇതെന്നോട് പണ്ടൊരു ജർമ്മൻകാരൻ പറഞ്ഞിട്ടുണ്ട്. നീ ഏത് രാജ്യത്ത് പോകുമ്പോഴും എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ പോണ ആ ഒരു 40 മിനിറ്റ്സ് ഡ്രൈവിൽ ആ നാടിന്റെ സ്വഭാവം കറക്റ്റ്. കാര്യം ശരിയായ സ്വഭാവം കാണിക്കണം. കാര്യം ശരിയായ സ്വഭാവം മറിഞ്ഞിരിക്കുമ്പോഴേ കാണിക്കുന്നത്. ഈ മറിഞ്ഞിരിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ട്രാക്ക് തെറ്റിക്കുക, കുത്തി കയറ്റുക, ആവശ്യമില്ലാണ്ട് ഓൺ അടിക്കുക, കറക്റ്റ്, ഗ്ലാസ് ചെയ്യാം. അപ്പം ഇത് ഒരു ഭാഗത്ത് നമ്മൾ റോഡ് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡ് ഷെയർ ചെയ്യാനുള്ള ഒരു സംസ്കാരം നമുക്ക് വളർന്നിട്ടില്ല. നമ്മൾ സെൽഫിഷാണ്. അത് ഇന്ത്യ മൊത്തം, ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യ മൊത്തം സെൽഫിഷാണ്. നമ്മൾ സത്യം മറച്ചു വെച്ച് നമ്മൾ ഭയങ്കരമാരെന്ന് പറയേണ്ട കാര്യമില്ല. സെൽഫിഷാണ്, ക്ഷമയില്ല. നമ്മൾ എയർപോർട്ടിലൊക്കെ ക്യൂ നിൽക്കുമ്പോൾ അറിയാം, ഈ പെട്ടിയൊക്കെ കുത്തി കയറ്റി ബഹളങ്ങളാണ്. പ്ലെയിൻ ഇപ്പോൾ പറന്നു പോകുന്ന വിചാരം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ലാൻഡ് ചെയ്യണതിന് മുമ്പ് എണീറ്റ് പെട്ടിയെടുക്കും. അപ്പം അങ്ങനത്തെ ഒരു ധൃതിക്ക് വേണ്ടി ധൃതി, പിന്നെ സെൽഫിഷും. ഈ രണ്ട് സ്വഭാവം റോഡിൽ കാണിക്കുമ്പോൾ അപകടവും. ഇതാണ് ഒരു കാര്യം. പക്ഷെ ഈ മലയാളി സിംഗപ്പൂരും ദുബായിലൊന്നും പോകുമ്പോൾ കാണിക്കുന്നില്ല. കാര്യമുണ്ട്. കാര്യം നമ്മൾ എൻഫോഴ്സ്മെന്റ് അല്ല, നമ്മൾ സമൂഹത്തിനനുസരിച്ചാണ് നീങ്ങുക. അവിടെ നമ്മൾ ഈ സ്വഭാവം കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. എല്ലാവരും നോക്കും ഇതെന്ത് ഭ്രാന്താണ്. ഇവിടെ ഈ സ്വഭാവം കാണിച്ചില്ലെങ്കിലാണ് ഞാനിപ്പോ ശരിക്കും ക്യൂ നിൽക്കണവൻ എത്തില്ല. നമ്മളിപ്പോ റോഡിൽ ക്യൂ നിൽക്കുമ്പം മുമ്പിലത്തെ ഒരു വണ്ടി യൂ ടേൺ എടുക്കണമെങ്കിൽ അയാൾക്ക് ഒരു വണ്ടി യൂ ടേൺ എടുക്കുമ്പോൾ ഒറ്റയടിക്ക് യൂ ടേൺ എടുക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ചിലപ്പോൾ ആ റിവേഴ്സ് എടുക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ മുട്ടിച്ചുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അയാളും സ്റ്റക്ക്, നമ്മളും സ്റ്റക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ട് നിർത്തി കഴിഞ്ഞാൽ പുറകെ ഹോൺ അടിക്കും. അഥവാ തിരിക്കണ സ്ഥലത്തുണ്ടെങ്കിൽ യൂ ടേൺ എടുക്കുന്നിടത്തൊരു വണ്ടി പാർക്കിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനത്തെ നല്ല കാര്യം ചെയ്താൽ അത് വിമർശിക്കുന്ന ഒരു സമൂഹമാണ്. കാര്യം അത് ശീലിച്ചു പോയി. അതുകൊണ്ടാണ് ഇത് സമൂഹത്തിൻ്റെ പ്രശ്നം. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ റോഡ് ഇപ്പം തന്നെ ബെന്നി ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കത്രിക്കടവ് റോഡിൽ മുഴുവൻ സിഗ്നൽ വെച്ചിട്ട് വന്നോളൂ. ഇവിടെ വലിയ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റോഡാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ലോകം കറങ്ങണ ആളെ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ റോഡുണ്ടല്ലോ, നമ്മളിപ്പോൾ റോഡ് സുരക്ഷ എന്ന് പറയാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം AI ക്യാമറ, ഹെൽമെറ്റും സീറ്റ് ബെൽറ്റൊക്കെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. റോഡ് സുരക്ഷയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ബെന്നിയുടെ സുരക്ഷയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ബെന്നി മറ്റേ റോഡിൽ പോകേണ്ട, കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, ബെന്നിയുടെ മോട്ടോർ സൈക്കിൾ വീഴും, അതുകൊണ്ട് അതിൽ പോകരുത്. അങ്ങനെയാണ് റോഡ് സുരക്ഷാ അധികാരികളും ഗവൺമെൻറ്റിന് പറയേണ്ടത്. നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യരുത്, ചെയ്താൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കും. ഇപ്പം ഈ കത്രിക്കടവിൽ ഞാൻ എഴുതി കൊടുത്തേക്കുന്നത്
10 മീറ്റർ നീളം, 10 മീറ്റർ നീളം, 3 മീറ്റർ വിഡ്ത്ത്, 40 സെൻറ്റിമീറ്റർ, അത് 1.25 അടി താഴ്ചയുള്ള റോട്ടിൽ കൂടി എങ്ങനെ വണ്ടി ഓടിക്കും? അതെ, അങ്ങനെ ഇതെന്താണെന്നറിയാം, ഇതൊരു വലിയ കോമഡിയാണ് ഇവിടെ. ഇത് സർക്കാർ ഇത് കാണുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ അപകടം പിടിച്ചുള്ള റോഡിലൂടെ നമുക്ക് ഓടിക്കാൻ അനുമതി തന്നിട്ട് കയ്യിൽ പുക സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കാം. ഇതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ തലക്ക് പരിക്ക് പറ്റുമ്പോൾ ഞങ്ങൾക്ക് വിഷമം, അത് ഞങ്ങളുടെ വിഷമം മാറാനായിട്ട് നിങ്ങളുടെ ഫൈൻ അടിക്കുക എന്നുള്ള കാപ്പട്യം നിറഞ്ഞ ഒരു പരിപാടിയാണ്. ഇതിനകത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല വല്ലാതെ. ഞാൻ പലരെയും സംസാരിക്കും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പലരും എനിക്കറിയാം, അവർ പലരും നല്ല ഐഡിയാസും കാര്യങ്ങളും ഹെൽപ്ലെസ് ആണ്. അവർക്ക് ഞാൻ പറയുന്ന ഐഡിയാസ് ഒക്കെ അവർക്ക് എന്നെക്കാട്ടിയും വലുതായിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ഈ പറയണ വിചാരം ഇനി ഇവർക്ക് അറിയാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഡോക്ടർ ഇതൊക്കെ ഞങ്ങൾ കുറേ ശ്രമിച്ചാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ PWD വരും, അതിലെ കോൺട്രാക്ടർമാർ വരും, പിന്നെ KSEBിയുടെ കമ്പികൾ തൂങ്ങിക്കിടക്കണ വരും, പിന്നെ മരം മുറിക്കണ വരും, പൈപ്പ് മുറിക്കണ വരും, പിന്നെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചെത്തണം. ഇവിടെ ഞാൻ ഇന്നാളും റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തു. എന്താണെന്നറിയോ റെഡ് ലൈറ്റ് ജമ്പ്? എനിക്കറിയില്ല റെഡ് ലൈറ്റ് എവിടെയെന്ന്. അവിടെ എന്തൊക്കെയോ കുറെ പോസ്റ്ററും ബഹളങ്ങളുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ പോയപ്പോൾ പിപ്പിന്ന് തോന്നിട്ട് നോക്കുമ്പോൾ ഞാനൊരു റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തു. ഞാൻ കണ്ടില്ല സാധനം, ഫ്ലെക്സും ബഹളങ്ങളും എന്തൊക്കെയോ ആണല്ലോ റോഡ്. അപ്പോൾ ഇതൊന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അല്ല, നിയമം അടിപൊളിയാണ്. ഡോക്ടർക്ക് അറിയുമെന്നറിയില്ല. റോഡ് പരസ്യങ്ങൾ വെക്കുമ്പോൾ ഇപ്പോൾ നോ ഹോൺ സിഗ്നൽ എന്ന് വെച്ചാൽ അതിൻ്റെ പരസ്യം അതിൻ്റെ 4/1 പാടുള്ളതെന്നാണ് നിയമം. പക്ഷെ കാശ് കിട്ടണോണ്ട് വലിയ വലിയ ഫിലിം സ്റ്റാറിൻ്റെയും ഗോൾഡ് ഷോപ്പിൻ്റെയും പരസ്യം വലുതും നോ യൂ ടേൺ എന്നുള്ളത് ചെറുതുമാണ്. ഒരു കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി എഴുതാം. നമ്മൾ ഈ ചില കോൺഫ്ലെക്സ് ഒക്കെ ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു മനസ്സിലായി. 4/1 ഭാഗമേ പരസ്യം പാടുള്ളൂ. അപ്പൊ സിഗ്നലായാലും ജംഗ്ഷനായാലും അത് വള്ളിട്ട് മറ്റേ ചെറുതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല തിരിവാണ്, കാരണം കാശ് കിട്ടുമല്ലോ. അതെ. അപ്പം മറ്റേത് എഴുതി വെക്കണത് നിയമം പറയണതുകൊണ്ട് ഞങ്ങൾ എഴുതി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഞാൻ എന്താ പറയാൻ വന്ന ഈ റോഡിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പാടില്ലല്ലോ. അതേപോലെ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത റോഡിലൂടെ ഓടിക്കണ അപകടമല്ലേ. അപ്പം നമ്മുടെ ജീവന് ഇത്ര സുരക്ഷ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ അത് നിരോധിക്കണ്ടേ? രാത്രി കാലങ്ങളിൽ ബെന്നി ലൈറ്റ് ഇല്ലാത്ത റോഡിൽ കൂടെ ഓടിച്ചാൽ ബെന്നിക്ക് ഫൈൻ അടിക്കണം. അതല്ലേ ബെന്നിയോടുള്ള സ്നേഹം. ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, ഇലക്ട്രിസിറ്റി KSEBിയുടെ എഞ്ചിനീയറാണ് അദ്ദേഹം, ടോബിയാസ് എന്ന് പറയും. മിഞ്ഞാന്ന് വാഗമണ്ണിൽ നിന്ന് വന്നപ്പോൾ പുള്ളിയുടെ ഈ കുറേ കയറ്റം കയറി വന്നപ്പോൾ ഒരു പുകയണം മണം. പുള്ളി റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തി. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. വണ്ടി ഒതുക്കി നിർത്തി, ഡോർ തുറന്ന് കാല് വെച്ചത് 200 അടി താഴ്ചയിൽ. ആൾ മരിച്ചുപോയി. തോബിയാസ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. 200 അടി താഴ്ചയുള്ള ടൂറിസം പോലെയുള്ള ഒരു വാഗമണിൽ ഒരു ഗ്രില്ല് പോലും ഇല്ല. ഞാൻ ആക്സിഡൻറ്റിൽ നിന്ന് പോകുമല്ല, വണ്ടി പുകയണ ശബ്ദം വന്നു. കാരണം വാഗമണിൽ നിന്ന് പറയുമ്പോൾ കുറേ കയറ്റമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്ലച്ച് കൂടുതൽ ഔട്ടിയാലും ബ്രേക്ക് ഔട്ടിയാലും ഒരു സ്മെല്ല് വരും. പുള്ളി വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങിയ ബാക്കി 3 പേര് വണ്ടി ഇരുട്ട് രാത്രി. പക്ഷെ ചേർത്ത് നിർത്തിയത് ഒരു ചെറിയ തെറ്റായിരിക്കും. പക്ഷെ കാലെടുത്ത് വെക്കുമ്പോൾ 200 അടി താഴ്ചയുള്ള ഒരു സ്ഥലം, 200 ഫീറ്റ്, ആള് മരിച്ചുപോയി. അപ്പം ഞാൻ ഒരു ഗ്രില്ല് വെക്കണത് ഇനി വെക്കും. ഒരാൾ മരിച്ചല്ലോ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ തന്നെ ഒരു കുട്ടി മരിച്ചു കഴിയുമ്പോൾ എല്ലാ സ്കൂളിലും KSEB ലൈനൊക്കെ ചെക്ക് ചെയ്യുന്നു. ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ ഒരു കഷ്ണം വീണപ്പോൾ എല്ലാ ആശുപത്രിയും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും അതുപോലെ ഒരു ഷവർമ ഇന്ന് വയറ്റിളക്കം പിടിച്ച എല്ലാ ഷവർമ കടയും ഇപ്പം ഒരു ഷവർമ കടയിലും ചെക്കിങ് ഇല്ല, ഒന്നുമില്ല. പിന്നെ 6 മാസത്തിൽ ചവണം എല്ലാ 6 മാസത്തിലും, അല്ലെങ്കിൽ അത് പിന്നെ. അപ്പൊ ഇങ്ങനെ ഒരു നീജർക്ക് റിയാക്ഷൻ എന്തോ കണ്ടു, അത് കഴിയുമ്പോൾ അതുവരെ നമ്മൾ കിടന്നുറങ്ങും. അങ്ങനെയുള്ളൊരു ഒരു സംവിധാനമാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ മെയിൻ ഇഷ്യൂ സെക്രട്ടേറിയറ്റ് കോളേജിലെ ഒരു പയ്യൻ മരിച്ചുപോയി. അവന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അവന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിന് നിരവധി ആളുകൾ പ്രൈവറ്റ് ബസ് ഇടിച്ചു മരിക്കുമ്പോൾ എറണാകുളത്ത് കേരളത്തിൽ ഒരു ഓർഡറുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, സിറ്റിയിൽ ഓവർടേക്കിംഗ് പാടില്ല. ഡോക്ടർ 3 ബസ്സാണ് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഓവർടേക്ക്. ഞാനത് കാണാറ്. ഞാൻ ബസ്സിന്റെ പുറകിൽ ഓവർടേക്കിംഗ് പാടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് പറയുക. ഞാൻ ഇവിടുത്തെ റോഡ് സംസ്കാരം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓവർടേക്കിംഗ് പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്യരുത്. അവർക്ക് ചെയ്യാം. ബസ്സിന്റെ പുറകിൽ എഴുതിക്കുന്ന ഓവർടേക്കിംഗ് പാടില്ല, നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്യരുത്, ഞങ്ങൾക്ക് എങ്ങനെ ഓവർടേക്ക് ചെയ്യാന്നുള്ളൊരു എഴുതി. അതാണ്. അല്ലാണ്ട് ഈ ഹൈക്കോടതി ജഡ്ജിമാരും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും, കാരണം ഇവർക്ക് സുമോട്ടോ എടുക്കാമല്ലോ കോടതി ഉത്തരവുള്ളത്.
ഈ അതിൻ്റെ പുറകിലും കുറേ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഒന്നാമത് ഈ 1 മിനിറ്റ് ഇടവിട്ട് 2 മിനിറ്റ് ഇടവിട്ട് ഗ്യാപ്പ് കൊടുക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ബസ് ലൈനുള്ള രാജ്യങ്ങളിൽ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ 2 മിനിറ്റ്, ഇപ്പോൾ എനിക്കൊരു ബസ് വന്നാൽ 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം എന്ന് പറയുമ്പോഴേക്കും റോഡിൽ മുഴുവൻ ട്രാഫിക് ജാം. ഞാൻ എങ്ങനെ എത്തും അവിടെ? മനഃപൂർവ്വം എത്താത്തത് വേറൊരു കാര്യം, മനഃപൂർവ്വം അല്ലാതെ തന്നെ എത്താം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? പിന്നെ എത്താൻ വേണ്ടി സ്പീഡ് കൂട്ടും. പിന്നെ സ്പീഡ് കൂട്ടണല്ലോ, കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് 2:20 അവിടെ എത്തണം. ഇപ്പം 2:10 മറ്റേ ദൂരം മന്ത്രി വന്ന പണി. അപ്പം ഇങ്ങനെ അശാസ്ത്രീയമായ കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. പിന്നെ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷക്കണക്കിന് കൊടുത്ത് ബസ് വാങ്ങിക്കുന്നു, അപ്പം ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഓടിക്കും, അതിലൊന്നും 2 പേര് മരിച്ചെന്നിരിക്കും എന്നാണ് ഒരാൾ പണ്ട് എന്നോട്. ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്നതാണ്. നമുക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ഇത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ഒരു ചോദ്യം പോലെ നമ്മൾ ഇതിനുള്ള പരിഹാരം ചെയ്യേണ്ടത് സർക്കാരാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾവേസ് അണ്ടർ ദ ഗവൺമെൻറ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. സർക്കാർ ചെയ്യണമെങ്കിൽ സർക്കാരിന് ഇതിന് സന്നദ്ധത വേണം. സർക്കാരിന് സന്നദ്ധത വേണമെങ്കിൽ അങ്ങനെ സന്നദ്ധതയുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കുന്ന ഒരു ജനങ്ങൾ വേണം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു ജനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു സർക്കാർ വേണം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ ഞാൻ കണ്ടെടുത്തോളം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുഴുവൻ പാർട്ടി നന്നാക്കാൻ വേണ്ടിയാണ്. അത് ഏത് പാർട്ടി, UDF LDF ഏതാണെങ്കിലും പാർട്ടിയാണ് അവർക്ക് പ്രധാനം. കേരളം എന്ന സംസ്ഥാനത്തോട് താല്പര്യം കാണിച്ചുകൊണ്ട്, കേരളം നന്നാകണമെന്ന് താല്പര്യം കാണിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നത് 10% താഴെയുള്ളൂ. അവർ മുഴുവൻ ആ പാർട്ടിയിൽ ഏത് കാൻഡിഡേറ്റ് ഏതാരെ മണ്ഡലം നിർത്തിയാലും വിവരമില്ലാത്ത വോട്ട് ചെയ്യും. കാര്യം എൻ്റെ പാർട്ടി ജയിക്കുമ്പോൾ സന്തോഷമാണ്. ഈ കേരളം എന്നൊരു സങ്കല്പം ഒരു സിറ്റുവേഷനിലുള്ളൂ മലയാളികൾക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ കളിക്കുമ്പോൾ അപ്പം മാത്രമേ എൻ്റെ കേരളം. ബാക്കി എല്ലാ സമയത്തും എൻ്റെ പാർട്ടി. ഇപ്പോൾ ഒരു പുതിയ പരിപാടിയുണ്ട്, എൻ്റെ മതം. അതും കൂടി വന്നിട്ടുണ്ട് പുതിയ. ഇത്രയും നാളില്ലായിരുന്നു, കുറേ കൊല്ലം ഇല്ലായിരുന്നു. എൻ്റെ പാർട്ടി, എൻ്റെ മതം, അത് ശരി. എൻ്റെ നേതാവ് സുഖമായി ജീവിക്കണ കാരണം എൻ്റെ പാർട്ടിക്ക് വരുമാനം വേണം, എൻ്റെ പാർട്ടി ശരി. കാര്യം എൻ്റെ പാർട്ടി ജയിച്ചാലേ എനിക്കതുകൊണ്ട് കൊണ്ടുള്ളൂ. ഞാനൊരു ഈ ഇടയ്ക്ക് ഞാനും ഏകദേശം 66 വയസ്സായി, ഡോക്ടർക്ക് 68 ആയി. നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്. 60 കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. എന്നാലും ഡോക്ടർ, ഈ ഇടയിൽ നമ്മൾ കാണുന്നത് ഈ എന്തിലും ഏതിലും ഇത്ര അധികം ഒരു രാഷ്ട്രീയം, ഒരു തെറ്റ് വന്നാലും ശരി വന്നാലും ആ പാർട്ടി ബേസ് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴല്ലേ ഇത് കണ്ടേക്കണം കൂടുതൽ. സത്യം പറയാം, ഈ രാഷ്ട്രീയം നമ്മൾ രാവിലെ എണീറ്റാൽ ചായ കുടിക്കില്ല, അല്ലെങ്കിൽ കാപ്പി കുടിക്കും. ഇപ്പം ആൾക്കാർക്ക് രാവിലെ എണീറ്റാൽ കാപ്പിയും വേണ്ട, ചായയും വേണ്ട, രാഷ്ട്രീയം തിന്നാൽ മതി. രാഷ്ട്രീയവും മതവും എന്തിലും രാഷ്ട്രീയം കാണുന്നവരതാണ്. ഞാൻ പറയട്ടെ, രാഷ്ട്രീയം മാത്രമല്ല മതവും എന്ത് കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു റിസർച്ചിൽ പറയാം, ഡോക്ടറിൻ്റെയും എൻ്റെയും സമയത്ത് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ കുടുംബത്തിൽ വഴക്ക് പറയും. കാരണം കുടുംബം ഇല്ലാണ്ടായി പോകണ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ. അതെ, അത് അച്യുതാനന്ദനായാലും AKG ആയാലും ഒരു പരിധിവരെ പഴയ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കണം. നമ്മൾ പഠിച്ചത് കുടുംബം കളഞ്ഞിട്ടാണ്. സ്വത്തും സമ്പാദ്യവും ഇല്ലാണ്ട് അവർ റിട്ടയർ ആകുമ്പോൾ വെറും ഒരു പെട്ടിയും തൂക്കി പോണ. ഇന്നത്തെ രാഷ്ട്രീയം ഒരു ഭയങ്കര കച്ചവടവും വ്യവസായവും സമ്പത്തുണ്ടാക്കണം മാർഗവും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര കോടികൾ രൂപ ചിലവാക്കുക. അല്ലെങ്കിൽ കേരളം നന്നാക്കാനും ബെന്നിനെ നന്നാക്കാനും എന്തിനും ഇലക്ഷൻ നിൽക്കണ 3-4 കോടി രൂപ ചിലവാക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യേണ്ട അദ്ദേഹത്തിന് വല്ല ബുദ്ധിമാന്ദ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും 3 കോടി രൂപ 4 കോടി രൂപ ചീട്ട് കളിക്കണ പോലെ 5 ഇറക്കാം 10 ഇറക്കാം. അതുവരെ മനസ്സിലാക്കാൻ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത്രയധികം രൂപ ചിലവാക്കുമ്പോൾ എനിക്കിനി വേണ്ടതേ ഇപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പുതിയ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അറിയാം. ഡോക്ടർ ഇത്രയും രാജ്യങ്ങളിൽ പോയി, ഞാനും ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ പോയി, ഞാനും വളരെ ഫെഡപ്പാണ്. എങ്ങനെ ഇപ്പം എൻ്റെ 3 മക്കളും വിദേശത്താണ്, ഡോക്ടറിൻ്റെ മക്കളൊക്കെ വിദേശത്താണ്. എങ്ങനെ നമുക്ക് കേരളം, ആ ഒരു പഴയ കേരളം, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മക്കൾ ഇനി ഇവിടെ ജീവിക്കാൻ എന്തൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം? ഇതിന് ജനങ്ങൾ തന്നെ വിചാരിക്കണം. കാര്യം ജനങ്ങൾ ഒരു പ്രദേശത്തെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു ഡെമോക്രസിയിൽ എന്താ, മറ്റിടത്ത് രാജാവായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ പട്ടാള ഭരണം, ഏതാണെന്ന് വെച്ചാൽ. നമ്മുടെ ഇവിടെ ഇപ്പം ഡെമോക്രസി ആണല്ലോ. ഡെമോക്രസി ആകുമ്പം ഡെമോക്രസിയിൽ ഒരു സമൂഹം വിചാരിക്കുന്നത് അവർക്ക് ലഭിക്കുകയുള്ളൂ. മാറേണ്ടത് സമൂഹം. ഞാൻ ഒരിക്കലും രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ അർഹിക്കുന്നത്. കാര്യം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ നോക്കിയത് ഇവർക്ക് വേണ്ടത് ഒരു കുത്തഴിഞ്ഞ ജീവിതം. ഞാൻ പറയട്ടെ, ഇപ്പം നാളെ ദുബായിലെ ഷെയ്ഖിനെ ഇവിടെ കൊണ്ടുവരികയാണ്, സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്ററെ കൊണ്ടുവരികയാണ്, അവരങ്ങ് ഭരണേൽപ്പിക്കുകയാണ്. 6 മാസത്തിനകം ഇവിടുത്തെ ജനങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കും. കാര്യം സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ കൊണ്ടുവരും, സ്ട്രിക്റ്റ് നിയമം കൊണ്ടുവരും. നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറോ MLA വിളിച്ച് പറഞ്ഞാലൊന്നും ഒരു കാര്യവും നടക്കില്ല. വിളിച്ച് പറഞ്ഞ ആളും കൂടി ജയിലിൽ പോകും. മനസ്സിലായി? അങ്ങനത്തെ ഡിസിപ്ലിൻ അവർ കൊണ്ടുവരുന്നത്. അത് ഇവിടെ ആൾക്കാർക്ക് സമ്മതമാണോ? പറ്റൂല. അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കുത്തഴിഞ്ഞ ജീവിതം വേണം. ഇതിൽ ഞാൻ 2020 സാബുവും ജേക്കബിനെ വലിച്ചേർക്കുമല്ല, എന്നോട് ചോദിച്ചതാണ് ഒരു പ്രാവശ്യം,
ഇവിടെ 2020 പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തനിക്കൊക്കെ ഒരു ആവശ്യം വന്നാൽ താൻ ആരെ വിളിച്ചു പറയുന്നു? എന്താണ് ഈ ആവശ്യം? അഴിമതി. അഴിമതി എന്താണ് ആവശ്യം? നമ്മൾക്കൊരു നല്ല നേതാവുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എന്നെ ഇറക്കി കൊണ്ടുവരാനാ, ഞാൻ ചെയ്യേണ്ട തെമ്മാടിത്തരത്തിന് എനിക്ക് കൂട്ടിയാനാ. എന്നോട് ചോദിച്ചാണ്, ഈ സാബു എം ജേക്കബ് 2020 വിൻ ചെയ്യുവാണെങ്കിൽ താങ്കൾക്ക് എന്താ ഗുണം? താങ്കൾക്കൊരു ആവശ്യം വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. ഇതെന്താണെന്നറിയാം, ഇവിടെ ഞാൻ കണ്ടിട്ടത്, ഇവിടെ ആൾക്കാർ എല്ലാവരും പറയും ഞങ്ങൾ അഴിമതിക്കെതിരാണ്, ഞങ്ങൾ അതായത് പിൻവാതിൽ നിയമനം പാടില്ല, ഞങ്ങൾ മെറിറ്റ് അനുസരിച്ച് മെറിറ്റിന് കുറവുള്ള ആൾക്ക് ഇത് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ കാര്യം വരുമ്പം എനിക്കിതെല്ലാം വേണം, എനിക്കിതെല്ലാം വേണം. എനിക്ക് പിൻവാതിൽ നിയമനം വേണം, എനിക്ക് മാർക്ക് കുറവാണെങ്കിലും അഡ്മിഷൻ വേണം. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുത്താൽ തെറ്റ്. അത് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോഴും ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ എന്ത് ഗുണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് പാർട്ടി നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പോൾ കേരള നമ്മൾ വ്യതിചലിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം അങ്ങനെ ജനം മനസ്സിലാക്കണം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അങ്ങനെ നമുക്ക് നിരവധി യൂണിവേഴ്സിറ്റികൾ, കുസാറ്റൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ വാഡിയും ബഹളവും ഇത്. പക്ഷേ മുഖ്യമന്ത്രി പോയി ഗവർണറെ കണ്ട് വളരെ സ്നേഹമായപ്പോൾ ആ വെള്ളം ചീറ്റിച്ച പയ്യനൊക്കെ എന്തോ ആയി. രണ്ടാമത് ഞാൻ എപ്പോഴും ആലോചിക്കും, മഹാരാജാസ് കോളേജ് ആവട്ടെ, കേരള സർവകലാശാല ആവട്ടെ, MG യൂണിവേഴ്സിറ്റി ആവട്ടെ, കൊസാറ്റ് ആവട്ടെ, ഇവർ പഠിച്ചിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് സമയത്തിന് കിട്ടാത്തതിന്, ഇവരുടെ നല്ല ലാബില്ലാത്തതിന്, കോളേജിലെ ക്ലാസ് മുറികളും അന്തരീക്ഷവും നല്ലതല്ലാത്തതിന്, നല്ല അധ്യാപകരില്ലാത്തതിന് ഞാൻ ഇന്നവരെ ഇവർ സമരം ചെയ്യണ കണ്ടിട്ടില്ല. ഇവരെ സംബന്ധിച്ചോളം പൊളിറ്റിക്കൽ ഇഷ്യൂസിലും വലിയവരുടെ കാര്യത്തിൽ ഇവർ സമരം ചെയ്യും, പോലീസ് ചീപ്പിനെ അടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ മനസ്സിലാക്കിയത് ഈ ഇടയ്ക്ക് ഒരുത്തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വന്തം പഠിച്ച് BSc സർട്ടിഫിക്കറ്റ് അല്ലെ BEd സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവൻ 5000 രൂപ കൈക്കൂലി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോയി SFIയും KSU ഒക്കെ? സ്വന്തം പഠിച്ച സർട്ടിഫിക്കറ്റ് അവിടെ സ്ഥലത്തുനിന്ന് കിട്ടാൻ 5000 രൂപ കൈക്കൂലി. അതിനകത്ത് കറപ്ഷനൊന്നുമില്ല, ഈ കറക്ഷനില്ല, കിട്ടാൻ കറപ്ഷൻ. അല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പം ഈ കോളേജിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സീനിയർ പൊളിറ്റീഷ്യൻസിന്റെ ആവശ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ കുട്ടിക്കുരങ്ങന്മാർ അത്രേ ഉള്ളൂ. സ്വന്തം കോളേജിലെ ക്യാമ്പസ് നന്നാക്കാനോ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനോ ഒരു സിലബസ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല സാറുമാരെ കൊണ്ടുവരാനോ പരീക്ഷ നന്നായി നടത്താനോ ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല. എനിവേ, നമ്മൾ കമ്മിങ് ബാക്ക് ടു ദിസ് സേക്രഡ് ഹാർട്ട്സ് കോളേജിലെ കുട്ടിയുടെ ഇപ്പൊ ഇനി ഇതേപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് തന്നെ ചെയ്യണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒന്ന്, ഈ സാംസ്കാരികമായിട്ട് കേരളത്തിലൊരു മാറ്റം വരുത്തണം. അതായത് നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ സെൽഫിഷ്നെസ്, ഇംപേഷ്യൻ മൈൻഡ് സെറ്റ്, ഇത് രണ്ടും മാറാനായിട്ട് രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും പറയും. ഇപ്പം ഞാനോ ബെന്നിയോ പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ആരും അനുസരിക്കാൻ പാടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് മെസ്സേജ് അല്ല ഇമ്പോർട്ടൻറ്റ്, മെസ്സഞ്ചറാണ് ഇമ്പോർട്ടൻറ്റ്. ഒരേ മെസ്സേജ് അയാൾ പറഞ്ഞാൽ അനുസരിക്കും, ഇയാൾ പറഞ്ഞാൽ ബ്രാൻഡ് അംബാസഡറാണ്. അത് രാഷ്ട്രീയ നേതാവും മത നേതാവുമാണ്. അവരാണ് ഇതുവരെ ഒരു അക്ഷരം വിടുന്നില്ല. ഒരു പക്ഷേ അവർക്ക് പേടിയായിരിക്കും, ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾ സെൽഫിഷാണ്, ഇംപേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ 4 വോട്ട് പോകും. അല്ല, നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പാകപ്പിഴയല്ലേ? ഇല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യണത് ഇവിടുത്തെ ഞാൻ നോക്കിയിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ദുബായിൽ തന്നെ ഉള്ളവർ പലരും വന്നിട്ട് പറയാം ജീവിതം നല്ലത് കേരളത്തിലല്ലേ. കാര്യം ദുബായിലും സിംഗപ്പൂരും നിയമമുണ്ട്. നിയമം മേക്സ് അസ് അൺകംഫർട്ടബിൾ. അപ്പോൾ ഇവിടെ ഒരു കുത്തഴിഞ്ഞ ജീവിതം അലൗ ചെയ്ത് കഴിഞ്ഞാൽ എന്നാലേ രാഷ്ട്രീയക്കാർക്ക് ഈ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. രാഷ്ട്രീയക്കാർക്ക് എന്താ വേണ്ട, അൾട്ടിമേറ്റ്ലി വോട്ട് വേണം. എന്തിനാ വോട്ട്? അപ്പോൾ ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ സെൽഫിഷാണ്, നിങ്ങൾ ഇംപേഷ്യനാണ്, നിങ്ങളെ പിടിച്ച് സ്ട്രിക്റ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യില്ല. അത് അപ്പോൾ രാഷ്ട്രീയക്കാരനതിന് താല്പര്യമില്ല. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ നന്നാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ഇടം കാണിക്കണം. അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ഇടം കാണിച്ചാൽ ഞാൻ എഫേർട്ട് എടുക്കും കേരളത്തിൽ ജനങ്ങളെ നന്നാക്കാൻ എന്ന് പറഞ്ഞ് അല്ല, സത്യസന്ധമായിട്ടില്ല, മൊത്തമായിട്ടാണ് ജനങ്ങളുടെ ഒരു ജനറൽ കൾച്ചർ, ലോ എബൈഡിങ് കൾച്ചർ, ആ ഇംപേഷ്യൻ സെൽഫിഷ് ബിഹേവിയർ മാറ്റി ലോ എബൈഡിങ്, ഡിസിപ്ലിൻ, ഈ സിവിക് സെൻസ്, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം, പൊതുമുതൽ എങ്ങനെ നശിപ്പിക്കാതിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഒരു സാംസ്കാരിക മാറ്റം വരണം കേരളത്തിൽ. ഈ റോഡ് അപകടം കുറയണമെങ്കിൽ സാംസ്കാരിക മാറ്റം വന്നേ പറ്റുള്ളൂ. റോഡിൽ മാത്രമായിട്ടൊരു റോഡ് സംസ്കാരം എന്ന് പറഞ്ഞാൽ മാറ്റം പറ്റില്ല. നമ്മുടെ ഒറിജിനൽ സംസ്കാരം റോഡിൽ കാണിക്കുള്ളൂ. തുടക്കം ചെറിയ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും തന്നെ തുടങ്ങണം. വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റൂല. കാര്യം വീട്ടിലുള്ള മുതിർന്നവരും പഠിച്ചിട്ടില്ല. ഇത് എവിടെ പഠിപ്പിക്കാൻ? ആരെയും പഠിപ്പിക്കാൻ. We are also responsible in some way.
ഇത് അല്ല, വി ആർ നോട്ട് റെസ്പോൺസിബിൾ. ഇതിന് അധികാരം കിട്ടിയിരിക്കുന്നവരാണ് റെസ്പോൺസിബിൾ. അതിനാണ് നമ്മൾ വോട്ട് ചെയ്ത് അധികാരം കൊടുക്കുന്നത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ 4 പേരോട് പറയാം, അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷേ അധികാരത്തിലുള്ളവർക്ക് നമ്മൾ വോട്ട് ചെയ്ത് അധികാരം കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുത്ത് അവർക്ക് കാറും ഒക്കെ കൊടുത്ത് ഇരുത്തിയിരിക്കണതിനാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാണ്ട് കട ഉദ്ഘാടനം ചെയ്യാനും നാട മുറിക്കാനും അല്ല, പ്രസംഗിക്കാനും അല്ല. ഞാൻ ഇത്രയും നേരം ഡോക്ടർ എന്നോട് പറഞ്ഞത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഇനിയെങ്കിലും തെരഞ്ഞെടുക്കുമ്പോൾ അല്പം രാജ്യസ്നേഹവും രാജ്യത്ത് എന്തെങ്കിലും നടപ്പാക്കാൻ കഴിവുള്ളവരും അല്ലേ, ആത്മാർത്ഥതയുള്ളവരും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നവരെ ചിഹ്നം നോക്കാതെ, പാർട്ടി നോക്കാതെ, മതം നോക്കാതെ ജയിപ്പിക്കുന്നിടത്തോളം കാലം നമ്മൾ അനുഭവിക്കും. അങ്ങനെ ഒരു ജയിപ്പിക്കാനുള്ള മനസ്ഥിതി ഓരോ വോട്ടർമാർക്കും വന്നാൽ അത് മാത്രമേ വിദ്യാർത്ഥികളും യുവാക്കളിൽ നിന്നും വേണ്ടേ വരേണ്ടത്? അവരിലും ഇല്ല. ഞാൻ പല സത്യത്തിൽ ഡോക്ടറും ഞാനും ഓൾമോസ്റ്റ് 3/4 ഭാഗം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാ അല്ലേ, 3/4ന്റെ മേലെ. ഞാനിപ്പോഴും ആലോചിക്കും ഇനി ഒന്ന് സ്വസ്ഥതയായാലോ എന്ന്. പക്ഷേ ഓരോ ദിവസവും നമ്മൾ ഇപ്പം 290 പേര് ഫ്ലൈറ്റിൽ മരിച്ചു. നമുക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. ദിവസം 10 പേര് മരിച്ചിട്ട്, ദിവസം 10 പേര് മരിച്ച് 30 ദിവസവും എത്ര പേരായി? 300 പേരെ. ആർക്കും ദുഃഖമില്ല. ഈ പറഞ്ഞ ഇത് ശീലിച്ചു പോയി. ഇത് ഫ്രോഗ് ഇൻ ദ പോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ തവളനെ പിടിച്ചിട്ട് നമ്മളൊരു കെറ്റിലിൽ വെച്ചിട്ട് വെള്ളം വെക്കുക. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഈ ഫ്രോഗിനിട്ട് അവൻ അപ്പെടുത്തി ആടും. പക്ഷേ ഫ്രോഗിനെ പച്ചവെള്ളത്തിലിട്ടിട്ട് പതുക്കെ തീ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശീലിച്ചു പോകും. ശീലിച്ച് ആവശ്യം വെള്ളം തിളയ്ക്കുമ്പോൾ അവൻ അതിനകത്ത് ഹാപ്പി ആയിരിക്കും. അത് ശീലിച്ചു കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു സംസ്കാരവും ജീവിതം കണ്ട് ശീലിച്ചു പോയി ഇവിടുത്തെ ജനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു അബ്നോർമലാണ്, ഇതിൽ നിന്നൊരു മോചനം കിട്ടണം എന്ന ചിന്ത ഇവിടുത്തെ ജനങ്ങൾക്ക് വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ അതിന് പറ്റിയ നേതാക്കൾ തിരഞ്ഞെടുത്ത് ആ നേതാക്കൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡോക്ടർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്നലെ ബോക്സ് ജംഗ്ഷനെ കുറിച്ച് പറയുന്നതൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മളെ നല്ല കാര്യത്തിനും ഫോളോ ചെയ്യാനും, ഇത് ഏതെങ്കിലും കോളേജിൽ NSS ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഉണ്ടല്ലോ, നാഷണൽ സർവീസ് സ്കീമൊക്കെ, അത്തരം കുട്ടികൾക്ക് കുറച്ച് ക്ലാസ് എടുക്കാൻ ഡോക്ടർക്ക് പോകാൻ പറ്റില്ല. ഞാൻ എനിക്ക് പോകണതിന് കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എനിക്കറിയാവുന്ന കാര്യമില്ല. നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തു, ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ ചർച്ച ചെയ്തു. എൻ്റെ ഒരു ചോദ്യം ഡോക്ടറെ, നമുക്ക് എന്താണ് ഇനി ബാക്കി ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർക്ക്? ഞാൻ പറയട്ടെ, സത്യം ഞാൻ പറയാം, ഞാനോ ബെന്നിയോ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറയണം? എന്നോട് എൻ്റെ മകൻ തന്നെ ഇന്നലെ വിളിച്ചു, പപ്പ എന്തിനാ ഇങ്ങനെ ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത്? എന്തായാലും കേരളം മാറാൻ പോകുന്നില്ല. പപ്പ പറയണമല്ലോ ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ല. വെറുതെ വൈ യു സ്പോയിൽ യുവർ ഹെൽത്ത്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കടമയുണ്ട്, ആ കടമ ഇത് പറയുക, അനുസരിക്കണോ ഇല്ലേ എന്നുള്ളത് നാട്ടുകാരുടെ താല്പര്യം. പക്ഷേ എൻ്റെ കടമ ഞാൻ ചെയ്യാതിരുന്നാൽ എനിക്കൊരു കുറ്റബോധം, ആ കുറ്റബോധം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും മാറുമെന്ന് എനിക്ക് വിശ്വാസമില്ല, ആ പ്രതീക്ഷയില്ല. പക്ഷേ എനിക്കൊരു തൃപ്തി, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. എന്നാലും ഞാൻ ഡോക്ടറോട് ഒരു കാര്യം പറയണം, നമ്മൾ തുല്യ ദുഃഖരായതുകൊണ്ട് പറയണം. ഈ പണ്ട് റേഷനരി മേടിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് കുറെ കറുത്തരിയും പതിരൊക്കെ ഉണ്ടാവും. അത് അമ്മാമ്മമാര് മുറത്തിലിട്ടിട്ട് ഇങ്ങനെ മാറ്റും. നമ്മളിപ്പോൾ ചെയ്യണത് ആ കറുത്തരിയും പതിരും മാറ്റും. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയും. ഒരു സ്വീഡിഷ് കഥയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്വീഡിഷിൽ ഒരു വളരെ പ്രായം ചെന്ന ആള് കടലിന്റെ അരികത്ത് കൂടി പോകുമ്പോൾ കടലിൽ ഒരു ചൊറി തവളയുണ്ട്, അതിങ്ങനെ വരും, ജെല്ലി ഫിഷ്. അത് ഡേഞ്ചറസും ഉണ്ട്, ഇതുണ്ട്. പക്ഷേ ഇത് വെള്ളം ശുദ്ധീകരിക്കും. വിൻ്റർ വരുമ്പോൾ ലക്ഷക്കണക്കിനാണ് ഈ തിരയടിച്ച് വരുന്നത്. അപ്പോൾ ഒരു കൊച്ചുമോനും ഒരു ഗ്രാൻഡ് ഫാദറും കൂടി കടലിൽ കൂടി നടന്നു പോകുമ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് നടന്നിട്ട് ഒരെണ്ണത്തിന് പിടിച്ച് കടലിലോട്ടിടും. അപ്പോൾ ഈ കൂടെ നടന്ന ഗ്രാൻഡ് സൺ ചോദിക്കുകയാണ്, ലക്ഷക്കണക്കിന് ജെല്ലി ഫിഷാണ് കിടക്കണം, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണം എടുത്തിട്ടാണ് അങ്ങോട്ട് ഇടുന്നത്, ഇതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ച ഒരു ചോദ്യം അല്ല ഉത്തരം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം, വി ക്യാൻ ഡു അറ്റ്ലീസ്റ്റ് വൺ. പക്ഷേ അതുകൊണ്ട് ഡോക്ടർ പ്രവർത്തനം നിർത്തരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലത് ചെയ്തു കൊടുക്കാം, നല്ലത് പറയാം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇനി യേശുക്രിസ്തു പറഞ്ഞൊരു വചനം, ഞാനതൊരു ക്രിസ്ത്യൻ പഠിച്ചതുകൊണ്ട് പറയാം, നിങ്ങൾ നമ്മളെ ഓർത്താരും കരയേണ്ട, വരും തലമുറയെ സമാധാനമായി ജീവിക്കാൻ, ഇനി വരുന്ന വിദ്യാർത്ഥികളും യുവാക്കളും മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ മക്കളെയും വരും തലമുറയെയും ഓർത്ത്. നമ്മുടെ 2 പേരുടെ മക്കള് വിദേശത്താണ്, അവരെ ഓസ്ട്രേലിയൻ സിറ്റിസനാണ്, ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ കാനഡ സിറ്റിസൺ. ഞാൻ ആവശ്യമായി അവിടെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് ഒരു റിസൾട്ട് ഒന്നും നോക്കണ്ട, നമ്മുടെ കർമ്മം കർത്തവ്യം വല്ലപ്പോഴും നമുക്കൊന്ന് ഇരിക്കണം ഇതുപോലെ. ഇതില് പറ്റുന്നവര് ഇതിന്റെ ഞങ്ങൾ പറഞ്ഞത് എല്ലാം അങ്ങോട്ട് വളരെ ഇതാണെന്നൊന്നും പറയണില്ല. ഇതില് നല്ലത്, നിങ്ങൾ ഈ പച്ചക്കറി കടയിൽ ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ ഊണ് കഴിയുമ്പോൾ കുറേ കറി ഇട്ട് കൊടുക്കും, എല്ലാം വലിച്ചു വാരി തിന്നണ്ട, നല്ലത് നിങ്ങൾ എടുക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.